എല്ലാവർക്കും എന്നെ ഉണ്ടെന്ന് വിശേഷം. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. അതുപോലെ ഇവിടെ സമയവും മാറി. ഇപ്പം നാടും യുകെയും തമ്മിലുള്ള സമയ വ്യത്യാസം 4.5 മണിക്കൂറിൽ നിന്ന് 5.5 മണിക്കൂറായേ. നമ്മുടെ മൊബൈലിലൊക്കെ ടൈം ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. പക്ഷേ ക്ലോക്ക് നമ്മൾ തന്നെ തിരിച്ചു വെക്കണം. കുറച്ച് ദിവസം ലേറ്റ് ആയിപ്പോയി അതൊന്ന് മാറ്റി വെക്കാൻ. ഞാൻ കുറേ ആയി വോയിസ് ഒക്കെ കൊടുത്തൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു ലോങ് വീഡിയോ ആയേക്കാം. ഈ വീഡിയോ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ടേ. എനിക്കിന്ന് അത്യാവശ്യം നല്ലപോലെ കുക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നേ. എന്തായാലും അത്യാവശ്യം നല്ല പണിയുണ്ട്. അപ്പോൾ പിന്നെ പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാപ്ചർ ചെയ്ത കുറച്ച് സാധനങ്ങളാട്ടോ. ഇതെൻ്റെ കോഴിക്കോടാണ്. പക്ഷെ ഞാൻ തന്നെ അതിനകത്തോട്ട് മുട്ട കയറ്റി വെച്ചാലേ എനിക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുറേ കാലം മുന്നേ ഒരു ചാരിറ്റി ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോന്നേ. ഇതിങ്ങനെ മുട്ട എടുത്ത് വെക്കാനുള്ളതെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചത്. കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിച്ചു. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ മുട്ട അടുക്കി വെക്കാനുള്ളതാണെന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ ഞാനൊഴികെ ബാക്കി എല്ലാവരും ഭയങ്കര ചോറ് പ്രേമികളാണ്. ഒരു നേരം പോലും ഈ വീട്ടിൽ ചോറില്ലാതിരിക്കില്ല കേട്ടോ. ഞാൻ തനിയെ കുക്ക് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും അല്ലാത്തവരും ഉണ്ട്. അങ്ങനെ വെച്ച് തുടങ്ങിയ സമയത്ത് ആദ്യമൊക്കെ വേവിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ചിലപ്പോൾ വേവ് കൂടും, ചിലപ്പോൾ കുറഞ്ഞു പോകും. പിന്നീട് അതങ്ങോട്ട് സെറ്റായേ. അതിനുശേഷം എനിക്ക് കുക്കറിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ എന്നുണ്ടാക്കിയാലും എല്ലാവരും കഴിക്കുന്ന സാധനങ്ങളാട്ടോ ഈ ചെറുപയറും ഈ സാൽമൺ ഫിഷൊക്കെ. ചെറുപയർ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ പറയുക, കറിയൊന്നും ഇല്ലാത്തപ്പോഴും എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം അത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാറൊന്നുമില്ല, ചുമ്മാ അങ്ങ് വിസിലടിപ്പിക്കും. ഒരു 2 വിസിലടിച്ചാൽ തന്നെ എനിക്കത് സെറ്റായി കിട്ടാറുണ്ട്. പിന്നെ ഈ ഫിഷ് ഇതുണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുമാണ്. ഞാൻ സാധാരണ കുടംപുളിയൊക്കെ ഇട്ട് കറി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വറുക്കുകയും ചെയ്യും. മോൻ ഇത് വറുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിത് ഇവരുടെ രീതിയിൽ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്കൊരുമാതിരി ഛർദ്ദിക്കാൻ വരും. ഒരുമാതിരി എൻ്റെ ഒരു ഉളുമ്പ് മണവും ടേസ്റ്റും ഒക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറേ. എൻ്റെ മാത്രം കുഴപ്പമായിരിക്കും, പക്ഷെ എനിക്കതൊരു തരത്തിലും കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ തേങ്ങാപ്പാൽ ഒഴിച്ചോ അല്ലാതെ കുടംപുളിയിട്ടോ എങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതെനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. ഇന്നിപ്പോൾ ഈ മീൻ വറുക്കുന്നത് മോന് വേണ്ടി മാത്രമാണേ. ബാക്കിയുള്ള കുറച്ച് കഷ്ണം എടുത്തിട്ട് ഒരു ചെറിയൊരു കറിയും വെക്കുക. അവന് മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒരു കറി ഇല്ലെങ്കിലും മീൻ വറുത്ത് കൂട്ടി ചോറ് നന്നായിട്ട് കഴിച്ചോളും. അതും തന്നെത്താൻ കഴിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു മീൻ വറുത്ത് അവന് വേണ്ടി വെക്കാറുണ്ട്. മീൻ അങ്ങ് ശരിയാക്കി വന്നപ്പോഴത്തേക്കും ചോറും ചെറുപയറും അങ്ങ് വിസിലടിച്ചായിരുന്നേ. വിസിലടിച്ച് കഴിഞ്ഞ് 15 മിനിറ്റ് ആട്ടോ എൻ്റെ ചോറ് വാർക്കലിൻ്റെ കണക്ക്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വാർക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും വെന്ത് ഞങ്ങളുടെ പാകത്തിനുള്ള വേവായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ചെറുപയർ ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നു. അതുകൊണ്ട് ഇന്ന് എളുപ്പപ്പണിക്ക് വെറുതെ കടുക് പൊട്ടിച്ച് താളിച്ചിടുന്നതേ ഉള്ളേ. ഞാൻ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ കാണുമ്പോഴേ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ എങ്ങനെയാണ് ഈ കുക്ക് ചെയ്യുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ഒരു കുഴപ്പങ്ങളും കൂടാതെ അതിനകത്ത് ഒരു കുറവും വരുത്താതെ ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്ന് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം തന്നെ എൻ്റെ പല കാര്യങ്ങളും കോളമായിട്ടുണ്ടായിരുന്നു. പലതും ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഷൂട്ട് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്കും കറികളിൽ പലതും ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്നെ കൊണ്ട് നടപടിയാവുന്ന പരിപാടിയല്ല എന്ന് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്. പക്ഷേ എപ്പം ഞാൻ അടുക്കള കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ള ചിന്തയായതുകൊണ്ട് എനിക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടക്കറിയും ഒരു തട്ടിക്കൂട്ട് റൈസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഇതൊക്കെ നാളത്തേക്കുള്ള ഞങ്ങളുടെ ലഞ്ച് ബോക്സ് ആണ്. ദോശ ഞാനിങ്ങനെ കീറി ഇട്ടേക്കുന്നത് എനിക്ക് ഫോർക്കിൽ കുത്തി കഴിക്കാനുള്ള എളുപ്പം കൊണ്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ ഒരാൾ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്തത്. എനിക്കറിയില്ല നിങ്ങളിൽ ആരൊക്കെ ഈ വീഡിയോസ് കാണുന്നൊക്കെ ഉള്ളത്. കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണേ. അങ്ങനെയാണെങ്കിൽ മതിയല്ലോ അടുത്ത വീഡിയോനെ കുറിച്ചൊരു ആലോചന. അതല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചത് ക്ലോസ് ചെയ്യാം.